ഇന്ന് പതിവുപോലെ ഒരു സൺഡേ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സൺഡേ രാവിലെ എഴുന്നേറ്റു. എല്ലാവരും നല്ല ഉറക്കമാണ്. എൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്നെ ഉണർത്തും. എപ്പോഴും ഈ 4:45 5 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് ആ സമയമാകുമ്പം ഉണരണം. പക്ഷെ ഞാൻ ഒരു മണിക്കൂറൂടെയൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് കിടന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ എഴുന്നേറ്റു. അങ്ങനെ ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്. ഇപ്പം രാവിലെ ഒരു മഴയുടെ ലക്ഷണവും പിന്നെ ഒരു ചെറിയ മൂടൽമഞ്ഞും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ എഴുന്നേറ്റു. അപ്പം ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ പതുക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഈ വെതറൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. നല്ല തണുപ്പും നല്ല സുഖവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു അക്വേറിയം ഉണ്ട്. ഇതിൻ്റെ അവസ്ഥ കണ്ടോ? ഇതിങ്ങനെയാണ്. ആദ്യം പറയുന്നത് ഇതൊരു എന്താ പറയുന്ന ഒരു നാച്ചുറലായിട്ട് പൊയ്ക്കോട്ടെ, ഫിൽറ്റർ ഒന്നും ഇടേണ്ട ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം ഈ ഫിഷിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുക കേട്ടോ. ഇത് കണ്ടോ? ഇതാണ് ആദ്യയുടെ ടൂൾസ് ഐറ്റംസ്. രാത്രിയിൽ നമ്മളെല്ലാം കിടന്നു കഴിയുമ്പോൾ അവൻ്റെ പണി ഇതാണ്. ഇത് കണ്ടോ? ഒരു മാഗ്നറ്റ് ഒക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് പെൻഡുലം ഉണ്ടാക്കിയിരിക്കുക എന്നാണ് പറയുന്നത്. കണ്ടോ? പെൻഡുലം പോലെ ഇരിക്കുന്നില്ലേ? ആയിരിക്കും. അങ്ങനെ എന്തൊക്കെയോ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ എക്കോസിസ്റ്റത്തിനകത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ടാവുമേ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ എല്ലാം കൂടി ഞാനിങ്ങനെ ബൗളിൽ എടുത്തിട്ടില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അമ്മ അതിനെല്ലാം കഴിക്കും. അപ്പോൾ സൺഡേ കുറച്ച് ഫിൽറ്റർ ഒന്നും ഇല്ലാത്ത കാരണം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ശ്വാസം മുട്ടൽ പോലൊരു ഫീലിംഗ് തോന്നും. അതിനകത്ത് ഈ അഴുക്ക് വെള്ളത്തിലാണല്ലോ ഇത് കിടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് അതിൻ്റെ കുറച്ച് എല്ലാത്തിൻ്റെയും വെള്ളമെല്ലാം ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ഏത് ചെടി ഇട്ടാലും നന്നായി കിളിക്കും കേട്ടോ. അതിങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അതും മാറ്റി ഈ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളില്ലേ അതിനകത്തെയും വെള്ളവും കുറച്ചൊന്ന് മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ആ കുഞ്ഞുങ്ങളുടെ പോട്ടിനകത്ത് ഞാനൊരു മണി പ്ലാന്റും കൂടി ഇട്ട് വെച്ചു. അപ്പോൾ രസമല്ലേ കാണാൻ. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെള്ളമെല്ലാം തുടച്ചിട്ട് പിന്നെ അതുങ്ങൾക്കെല്ലാം അങ്ങനെ അതിന് കുറച്ച് ഫിഷിനെല്ലാം ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അഥവാ എഴുന്നേറ്റ് അമ്മേന്നും പറഞ്ഞ് വരുന്നുണ്ട്. വേണ്ട, എഴുന്നേറ്റ് വരുന്ന വരവാണ്. അങ്ങനെ അമ്മേനേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ എടുത്ത് അപ്പോൾ അവന് ഫിഷിന് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറേ നേരം ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നേ, ഫിഷ് എന്തിനാ ഫുഡ് കഴിക്കുന്നേ, ഇതെങ്ങനത്തെ ഫുഡാ, ഇതാ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ സൺഡേസിൽ മാത്രമേ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് പുട്ടും കടലയാണ്. അപ്പോൾ കടലക്കറി വെക്കാൻ പോകാം. ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള കടലക്കറിയാണ് വെക്കുന്നത്. അതായത് കുക്കറിനകത്തോട്ട് കടല രാത്രിയിലെ കുതിർത്ത് വെച്ചിരുന്നു. രാവിലെ എടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 2 സവാള അതുകൂടെ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എന്നിട്ട് കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു 5 to 6 വിസിൽസ് കൊടുക്കും. ശകലം മഞ്ഞൾപ്പൊടിയുടെ ഉപ്പിടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിനകത്തോട്ടൊരു അരപ്പും കൂടെ ചേർക്കും. ഇന്ന് പുട്ടും കടല ആയതുകൊണ്ട് പുട്ടിന് പഴത്തിനേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കടലയാണ്. അപ്പോൾ അത് കാരണം ഈ സൺഡേസിലാകുമ്പോൾ നമുക്ക് സാധാരണ പൊതുവെ ആർക്കും പുട്ട് ഇഷ്ടമല്ല, എന്നാലും സൺഡേസിൽ കടലയും കൂട്ടി എല്ലാവരും കഴിച്ചോളും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചായയില്ലേ, ചായ ഇടാൻ വേണ്ടി ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ പതുക്കെ വിൻ്ററൊക്കെ തുടങ്ങിയുകൊണ്ട് നല്ല തണുപ്പൊക്കെ തുടങ്ങി രാവിലെ. അപ്പം ചായയുടെ കൂടെ ഒരു മസാല ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഈ ജാതിയുടെ ഇല്ലേ, ജാതിക്ക, അതായത് നട്ട്മഗ് എന്ന് പറയുന്ന അത്, പിന്നെ എന്തായിട്ട് ഏലക്ക, ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് കുരുമുളക് കേട്ടോ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചായക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ് ഇത്. ഇതെല്ലാം കൂടി ഇടുവേ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് അത് കുറച്ചൊന്ന് റോസ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വെക്കുകയാണ് ചൂടാകാൻ. എല്ലാം ഇടും കേട്ടോ. പെരുംജീരകം, പട്ട, ഒരേ ഒരു കുഞ്ഞൊരു പട്ട മതി, ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം കൂടി ഇടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുളസിയില തുളസിയില നന്നായി കഴുകിയിട്ട് ആ തുളസിയിലയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ആക്കാൻ, കാരണം ഇതിൻ്റെ കൂടി ഇട്ട് പൗഡർ ആക്കാനാണ്. അപ്പം ഈ കോൾഡിൻ്റെ പ്രശ്നമൊക്കെ മാറും. ഇപ്പം തണുപ്പ് തുടങ്ങുമ്പോൾ ഒരു ചെറിയ കോൾഡ് ഫീലിംഗ് ആണ് രാവിലെ. അപ്പോൾ ഈ ഒരു പൗഡർ ചായയിലിട്ട് കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെന്ന് ഡ്രൈ ജിഞ്ചർ പൗഡറാണ്. നമ്മുടെ ചുക്കുപൊടി ഇല്ലേ, അത് ആക്ച്വലി പൊടിച്ചിട്ട് ഫ്രിഡ്ജിലിരുന്നതാണ്. അപ്പോൾ ആ ഒരു തണുപ്പ് മാറാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കിയതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ
മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ചെറിയ ചൂടോട് തന്നെ പൊടിക്കുക. അങ്ങനെ ആറാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കുറച്ചേ ഉള്ളൂ. അപ്പം എല്ലാ ദിവസമൊന്നും നമ്മളിത് കുടിക്കാറില്ല. ഈ സൺഡേസിലൊക്കെ ഇങ്ങനെ സമയം എടുത്ത് പതുക്കെ കുടിക്കാമല്ലോ. അപ്പോൾ ഒരു സൺഡേ ഒരു റിലാക്സിങ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഒരു മസാല ടീ കുടിക്കുന്നത്. അങ്ങനെ അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് ശരിക്കും ഞാൻ പൊടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതായി ഈ മിക്സർ ഗ്രൈൻഡർ അല്ലാതെ ജസ്റ്റ് പൗഡർ ആക്കാനും സ്മൂത്തീസ് ഉണ്ടാക്കാനും മാത്രമുള്ളതാണ്. വണ്ടർ ഷെഫില്ലേ, വണ്ടർ ഷെഫിൻ്റെ പ്രോഡക്റ്റ് ആയത് നല്ല യൂസ്ഫുൾ അതാകുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് ചിലപ്പോൾ എപ്പോഴും നനഞ്ഞിരിക്കുമല്ലോ, ചെറിയ ജാറ്. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ പൊടിച്ചിട്ട് ഞാനൊരു ടൈറ്റായിട്ടുള്ള എയർ കണ്ടെയ്നറിനകത്ത് ഇട്ട് അടച്ചു വെക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസമൊന്നും അങ്ങനെയൊന്നും വിശാലമായിട്ട് ടീ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇനിയും പതുക്കെ പുട്ടൊക്കെ ചൂടായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദവും എഴുന്നേറ്റല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങാം, എന്നിട്ടൊരു ചായ ഇട്ട് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏത്തപ്പഴം എടുത്ത് പുഴുങ്ങി ആദവനും കൂടെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ബാക്കി ആരും എഴുന്നേറ്റില്ല. അപ്പോഴത്തേക്ക് ആദവ് ബ്രഷ് ചെയ്തിട്ട് എന്നെ വായ കാണിക്കുക, നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ലതായിട്ട് ഞാൻ ബ്രഷ് ചെയ്തു എന്ന് കാണിക്കുക. അങ്ങനെ ഇത് ഞാൻ കടലയ്ക്കുള്ളതാണ്. കടലയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങ എടുക്കും, കുറച്ച് ജീരകം, പെരിഞ്ജീരകം. തേങ്ങ ഇത് കണ്ടോ കൊപ്രയായി പോയേ, അതങ്ങ് ഇരുന്ന് ഉണങ്ങി അങ്ങ് ഫ്രിഡ്ജിലിരുന്നു. അപ്പം ഞാൻ വെച്ചൊന്ന് അരിഞ്ഞിട്ടിട്ട് പൊടിച്ചിട്ടൊന്ന് അരച്ചെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് തേങ്ങ ഇടും, ശകലം പെരിഞ്ജീരകം, കുരുമുളക്, ഒരു 2 കഷ്ണം ഏലക്ക, ഇതും കൂടി ഇട്ടിട്ട് ഒരു അരപ്പുണ്ടാക്കുക. ഫ്രൈ ചെയ്യുന്നില്ല, സാധാരണ വറുത്തരച്ചൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇത് വറുത്തരയ്ക്കാതെ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് പുട്ടിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറി. എന്നിട്ട് ഇത് ഞാനൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുവേ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റാകും. കാരണം ഇത് കൊപ്ര പോലെ ഇരിക്കുവാണല്ലോ അത്. അപ്പം എന്നിട്ട് കടല വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ കടലയും കൂടെ ഞാൻ ഈ കൂട്ടിനകത്തിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും. കടല നന്നായി വെന്തു. അപ്പോൾ ഈ കടലയുടെ ഒരു ശകലം കൂടി ഇട്ടിട്ട് ഇതിനകത്ത് അരച്ചെടുത്താൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അരയ്ക്കുവാണേ. അരച്ചിട്ടുണ്ട്. ഇനി കടലക്കറി ഉണ്ടാക്കുക. ഒന്നുമില്ല, സാധാരണ ഭയങ്കര ഈസി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത്, ഇത് കണ്ടോ വെളിച്ചെണ്ണ നല്ല കട്ടിയായി, തണുപ്പ് കാരണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രത്തിലിടുന്നത്. നമ്മൾ മറ്റേ ഓയിൽ ക്യാനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരില്ല. അത് കാരണം ഞാനിങ്ങനൊരു പാത്രത്തിൽ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്താണോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകിടും. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇടുക. ശകലം ഞാൻ ഉള്ളിയും കൂടി ഇട്ട്, ഉള്ളിയും നമ്മുടെ ഈ കടുക് വറക്കുന്ന മുളകില്ലേ, വറ്റൽ മുളക്, അതും കൂടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഇടുന്ന പൊടികളെല്ലാം ഇടും. പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ശകലം മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടാണ് വേവിച്ചത്, അത് കാരണം അതിരുന്നില്ല. മല്ലിപ്പൊടി ഒരു ശകലമേ ചേർക്കത്തുള്ളേ. എന്നിട്ട് പിന്നെ ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് പിന്നെ ഈ കടലയും കൂടെ ചേർത്ത് ഈ തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കും. ശകലം കരിയാപ്പലയും കൂടെ ചേർക്കും. അത്രയേ ഉള്ളൂ. കടലക്കറി ഈസ് റെഡി. നല്ല ടേസ്റ്റ് കേട്ടോ ഈ കടലക്കറി. ആക്ച്വലി എനിക്ക് തോന്നുന്നു ചപ്പാത്തിയുടെ കൂടെ അത്രയും ടേസ്റ്റ് കാണത്തില്ല. പക്ഷെ ഞാൻ പുട്ടിന് എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ ചേർത്തിട്ട്. ചിലവരൊക്കെ തേങ്ങ വറുത്തരച്ചും ഉണ്ടാക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പുട്ടിനെല്ലാം കുഴച്ചിരുന്നു. പുട്ടിൻ്റെ പൊടി ആക്ച്വലി എനിക്ക് നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് തന്നതാണ്. നമ്മുടെ സ്കൂളിൽ ഒരു ടീച്ചർ പൊടിച്ചുകൊണ്ട് തന്നതാണ്. നല്ല ടേസ്റ്റുള്ള പുട്ടുപൊടിയാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് തേങ്ങയും വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ഒരു കണക്കുണ്ട്. വലിയ പുട്ടുണ്ടാക്കിയാൽ ഹാഫ് മതി, ക്വാർട്ടർ മതി എന്ന് പറയാം. അപ്പം ഇതിനൊരു കണക്കുണ്ട്. എല്ലാവർക്കും ഓരോരോരോ പീസും കൊടുത്താൽ മതിയല്ലോ. അപ്പം എല്ലാവർക്കും അത് മതിയാവും. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിലോട്ട് വെച്ചു. അങ്ങനെ എല്ലാവർക്കും ഉള്ള പുട്ടും അങ്ങ് ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് പതുക്കെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചായയും കൂടി ഇടാം. അങ്ങനെ ഏത്തപ്പഴവും ചായയും കൂടെ ആദവനും കൂടെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് ചായയും കൂടി ഇടുവാണ്. ആദവന് ഞാൻ ശകലം പാല് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ചായ ഇട്ടു. ചായ ഇടാൻ വേണ്ടി തേയില ഇട്ടു, വെള്ളം തിളപ്പിച്ച്. ആക്ച്വലി ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടി ഒരുമിച്ച്, പാലും വെള്ളവും എല്ലാം കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. സൺഡേ ഉണ്ടാക്കുമ്പോഴത്തും മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം എടുത്ത് തിളപ്പിച്ച്, നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന ചായയില്ലേ, നല്ല പതപ്പിച്ച ചായ, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കണം. പക്ഷെ ഞാൻ കുടിക്കാറില്ല. പക്ഷെ ഇന്ന് മസാല ടീ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു ചായ കുടിക്കാൻ മോഹം. പിന്നെ ഇവിടുത്തെ തണുപ്പും കാരണം ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ശകലം എടുത്ത് അങ്ങനെ നന്നായി തിളപ്പിച്ചു.
ഇതാണ് ഞാനിങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. സൺഡേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലും നമ്മളൊരു എളുപ്പപ്പണിയാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മസാലപ്പൊടി. എല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ മസാലപ്പൊടിയും കൂടി ഇടാവും. ഈ തിളയ്ക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് ചിലപ്പം പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മമ്മി വരുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ്. ചായ റെഡിയായ മോളെ എന്നുള്ള ചോദ്യം കൊണ്ടാണ് ഈ വരുന്നത്. ചായ റെഡിയായി ഇപ്പം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചായ കൊടുക്കുക മമ്മിക്ക്. നല്ലതായിട്ട് പതപ്പിച്ചെടുക്കുവാണേ. നല്ല ടേസ്റ്റാണ്. ആ മസാലയുടെ മണവും ഏലക്കായുടെയും ഇഞ്ചിയുടെയും ചുക്കുപൊടിയുടെ മണവും എല്ലാം കൂടി നല്ല ടേസ്റ്റുള്ള ചായ. അതാ ചായ ഒഴിച്ച് പതപ്പിച്ച ചായ ഒഴിച്ച് ഏത്തപ്പഴം കൂടെ പുഴുങ്ങിയതും കൊണ്ട് നമ്മൾ കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റിട്ട്, സൺഡേ ഒരു ദിവസമല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഇതങ്ങ് കഴിക്കാമെന്ന് വെച്ചു. അപ്പം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ആദവനൂടെ കൊടുക്കുക. അപ്പോൾ ആദവന് ചില സമയത്ത് പറയും എനിക്ക് അത് വേണ്ട ഇത്. പക്ഷെ അന്ന് എന്തായാലും കഴിച്ചു കേട്ടോ. എനിക്ക് അവന് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവനതങ്ങ് കഴിച്ചു. അങ്ങനെ ഊതി അവനോട് കൊടുത്ത് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിക്കുക. അതിൻ്റെ കൂടെ ഞാനും ഒരു ഹാഫ് പീസ് ഞാനും കഴിച്ചു, ഹാഫ് പീസ് അവനും കഴിച്ചു. അങ്ങനെ ഞാൻ ആ ചായ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ചായക്ക് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റു. ആദ്യം എഴുന്നേറ്റു, ഹസ്ബൻഡ് എഴുന്നേറ്റു. അങ്ങനെ ഞങ്ങൾ 4 പേരൂടെ, മമ്മി അപ്പോഴത്തേക്ക് TV കാണാൻ വേണ്ടി പോയി കേട്ടോ. ഞങ്ങൾ 4 പേരൂടെ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാഴ്ചത്തെ കഥകളും പിന്നെ നാദിയുടെ എക്സാം വരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെയാണെന്ന് സംസാരിക്കുക. അപ്പോഴത്തേക്ക് മമ്മി പറഞ്ഞു എന്നാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് കൊടുത്തു. മമ്മി ഒരു ഫുള്ള് പുട്ട് എടുക്കത്തില്ല കേട്ടോ, ഒരു ഹാഫേ അതിൻ്റെ എടുക്കത്തുള്ളൂ. അതും കടലക്കറിയും കൂടെ എടുത്തിട്ട് മമ്മി കഴിക്കാൻ പോട്ടോ. മമ്മി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? TV കണ്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടി. ഏതോ ഒരു മൂവി റെഡി ആയിട്ടുണ്ട് അവിടെ, അതും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നതാണ്. അതിനുവേണ്ടി മുറിക്കകത്തോട്ട് TV കാണാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഒരു പപ്പടവും കൂടെ കാച്ചു കേട്ടോ പുട്ടിൻ്റെ കൂടെ. ഹസ്ബൻഡ് വന്നു പുട്ടെടുക്കാൻ. അപ്പം ഹസ്ബൻഡ് പുട്ടും പപ്പടവും കൂടെ കൊടുത്തു. അപ്പോൾ ആദവനും പപ്പടം ഇഷ്ടമാണ്. അപ്പോൾ അവനും കൂടെ കുഴച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പടവും കൂടെ ഉണ്ടാക്കി. ഇതല്ല മമ്മി കണ്ടോ TV കാണുന്നത്? ഏതാ സിനിമയെന്നറിയോ? പഴയ സിനിമയിലെ കാശ്മീരം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ആ സിനിമയായിരുന്നു കാണുന്നത്. മമ്മി എപ്പോഴും കണ്ടാലും അതേ ഇൻട്രസ്റ്റിലിരുന്ന് കാണും. ഇങ്ങനെ ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് TV ഒക്കെ കണ്ടുകൊണ്ട് പതുക്കെ ആദവിനെയും കൊടുത്ത് കഥകളൊക്കെ പറഞ്ഞ് ഇരുന്നിങ്ങനെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക. അങ്ങനെ അവനും വാരി കൊടുത്തോണ്ടിരിക്കുവൊക്കെ. അപ്പോഴത്തേക്ക് ആരോ കഥയിൽ കൊട്ടുന്ന പോലെ പോയി നോക്കിയപ്പോൾ ആരാ? നമ്മുടെ സരസ്വതി, ആദവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് പുട്ട് ചോദിച്ചപ്പോൾ അവൾക്ക് പുട്ട് ഇഷ്ടമല്ല, അവൾക്ക് ദോശ ഭയങ്കര ഇഷ്ടം കേട്ടോ. ദോശ എപ്പോഴും കഴിക്കും, പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പപ്പടം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവളത് പപ്പടം കഴിക്കുക. അങ്ങനെ ആദവിനെ വിളിക്കാൻ വന്നാൽ കളിക്കാൻ പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് ഫിനിഷ് ചെയ്തിട്ട് പൊയ്ക്കോളാൻ പറയുന്നു. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആദവിന് സരസ്വതി പോകുന്ന ഡാൻസ് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞ ഒരേ വഴക്ക്. അപ്പം എന്നാൽ അതെങ്ങനെയാണ് അവിടെ ഫീസൊക്കെ എത്രയാണെന്ന് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഡാൻസ് സ്കൂള്, നാട്യശ്രീ സായി അക്കാദമി അങ്ങനെയാണ് ആ സ്കൂളിൻ്റെ പേര് കേട്ടോ. അപ്പം അവിടെ പോയപ്പം അവിടെ ഡാൻസ് മാത്രമല്ല എല്ലാം പഠിപ്പിക്കും. യോഗയുണ്ട്, സുംബ ഉണ്ട്, പിന്നെന്താ സാരി ഫ്ലീറ്റ് എടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ കുറേ ഡിസൈൻസ്, പിന്നെ എന്തൊക്കെയോ കോഴ്സുകളുണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ നിറയെ റഷ്. നോക്കി ഫുള്ള് കുട്ടികളാണ്. അവിടെ ചെന്നപ്പോൾ അതോ പറയുക എനിക്കിവിടെ ജോയിൻ ചെയ്യേണ്ട, അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പക്ഷെ അഡ്മിഷൻ എടുത്തു. അവൻ കുറേ നാളുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങളതിനെ വിടാമെന്ന് വിചാരിച്ചത്. സരസ്വതിയും പോകുന്നുണ്ട്, എനിക്ക് സരസ്വതി പോകുന്നിടത്ത് ഡാൻസ് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരേ വഴക്കായിരുന്നു. കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് എന്നാൽ ശരി ഇഷ്ടമാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചൊക്കെ എത്തി. എന്തൊക്കെ കോഴ്സാണ് നോക്കിക്കുക അവിടെ. ഡ്രോയിങ് ക്ലാസ്, ഗിറ്റാർ ക്ലാസ്, കന്നഡ ട്യൂഷൻ, അബാക്കസ്, തബല, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 11:30 ആയി കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇനി ലഞ്ച് ചെയ്യണമല്ലോ എന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചനയൊക്കെ എല്ലാം കഴിഞ്ഞ് കുക്കിങ്ങിലോട്ട് കയറിയപ്പോൾ 12-12:30 ആയി കേട്ടോ. എന്നിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തത്
ഗീ റൈസും ചിക്കൻ കറിയാണ്. പക്ഷേ എൻ്റെ ഒരു ഈസി പീസി ഗീ റൈസാണ് കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറിൽ ഞാൻ ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കി. കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കുക. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, സാധനം ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ എടുത്ത് അതിനകത്തേക്ക് ഉള്ളി വഴറ്റുക എന്ന് പറഞ്ഞാൽ ഉള്ളി ഫ്രൈ ആക്കി എടുക്കത്തില്ല, അത് എടുക്കും. പിന്നെ കുറച്ച് കാഷ്നട്ട്, ഡ്രൈ ഗ്രേപ്സ്, അതായത് എന്താ പറയുന്നത്, മുന്തിരിയില്ലേ, ഡ്രൈ മുന്തിരി, അതെല്ലാം കൂടി ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2 സവാള എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റും. എന്നിട്ട് ഇതിനകത്തോട്ട് പിന്നെ അതിനകത്തേക്ക് വഴറ്റിയിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ സവാളയും കൂടെ വഴറ്റി, ഇത് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ്. ഉള്ളി വഴറ്റി ചിക്കൻ എല്ലാം അങ്ങനെ ഇങ്ങ് വഴറ്റി കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ചിക്കൻ കറി കേട്ടോ. ഉള്ളി വഴറ്റും, തക്കാളി ഇടും, പച്ചമുളക് ഇടും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും, മസാലകളെല്ലാം ചേർക്കും, ചിക്കൻ ഇടും, അങ്ങനെ കഴിക്കും. ഇതാണ് എൻ്റെ ഗീ റൈസ്. അതായത് ഞാൻ ആക്ച്വലി ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഉള്ളി വഴറ്റും, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇടും, വെള്ളം തിളപ്പിക്കും. ഒരു ഗ്ലാസ്സിൽ ഞാൻ നമ്മുടെ ജീരകശാല റൈസില്ലേ, അതായത് വയനാടൻ കൈമ എന്നൊക്കെ പറയും, നല്ല മണമുള്ള റൈസ് കേട്ടോ. അതാണ് ഞാൻ ഗീ റൈസിന് ഇടുന്നത്. എന്നിട്ട് ഗീ ഒഴിക്കും. എന്നിട്ട് ഞാനത് കുക്കറിലേക്ക് വെച്ചിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കും കേട്ടോ റൈസ്. എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് വേഗം വേവും കേട്ടോ. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 3 വിസിൽ കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി കണ്ടോ. ഇത് ഈസി പീസി ചിക്കൻ കറി. കുറച്ച് ഗ്രേവി ആയിട്ടിരുന്ന റൈസിന് നല്ലതാണല്ലോ. റെഡി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ശക്കല ഒരു ഉപ്പ് കുറവുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ശക്കല കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കും, ശകലം കരിയാപ്പലയും കൂടെ ചേർത്തിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് ചിക്കൻ കറി. ഒരു 1 അവറിന് നമ്മുടെ ഈ ഗീ റൈസ് ചിക്കൻ കറിയും റെഡി ആവും കേട്ടോ. ഈ റൈസ് ഭയങ്കര ടേസ്റ്റ്, നല്ല മണമുള്ള റൈസാണ്. അപ്പോൾ ആ റൈസിൽ തന്നെ, റൈസ് ചുമ്മാ വേവിച്ചാൽ തന്നെ ഒരു ഗീ റൈസിൻ്റെ മണം കേട്ടോ. അങ്ങനെ ഗീ റൈസും ഉച്ചക്കത്തേക്കുള്ള റൈസും റെഡിയായി. അങ്ങനെ ഇനി ഞങ്ങൾ വന്നിരുന്ന് TV കണ്ടുകൊണ്ട് കഴിക്കാം കേട്ടോ. എനിക്ക് സൺഡേ ഒരു ദിവസം ഭയങ്കര റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കണേ. അത് കാരണം ഞാനിങ്ങനെ ചെയറൊക്കെ ഇട്ട് പതുക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ. ഞങ്ങൾ എന്താ കാണുന്നതെന്നറിയോ? കന്നഡ ബിഗ് ബോസ് ആണ്. കന്നഡ ബിഗ് ബോസ് ഹസ്ബൻഡും കൂടെ ഉണ്ടെങ്കിലുള്ള എനിക്ക് കാണാൻ ഇഷ്ടം. കാരണം കുറച്ച് ഭാഷ നന്നായി മനസ്സിലാവും, പക്ഷേ എന്നാലും കുറേ ജോക്സും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടി ഇരുന്ന് ഈ ഒരാഴ്ചത്തെ മുഴുവൻ ഇരുന്ന് കാണുവാണ്. അല്ലാതെ ദിവസങ്ങളിലൊന്നും സമയമില്ലല്ലോ. അപ്പോൾ സൺഡേ ഇരുന്നിട്ട് ഈ കാണാത്ത എപ്പിസോഡെല്ലാം കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് കാണുക. അങ്ങനെ നമ്മുടെ ഒരു സൺഡേ, ഒരു ഹാഫ് ഡേ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. എന്ത് വേഗമല്ലേ ഒരു സൺഡേ കഴിഞ്ഞു പോകുന്നത്. എന്തൊരു റിലാക്സേഷൻ അറിയോ ഇങ്ങനെ ഇരുന്നൊന്ന് ഫുഡ് കഴിക്കാൻ. കാരണം അങ്ങനെ വളരെ റെയർ അല്ലേ ഞങ്ങൾ അങ്ങനെ കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് ആദ്യം ഗിറ്റാർ ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞു പോയി. അപ്പോഴത്തേക്ക് നോക്കിയാൽ നല്ല മഴയായി ബാംഗ്ലൂരിൽ. വെതറൊക്കെ അങ്ങ് ചേഞ്ചായി, ഡാർക്കായി, നമ്മളങ്ങ് ഇരുട്ടായി, സന്ധ്യ ആവുന്ന പോലെയായി. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഇന്നത്തെ സൺഡേ വ്ളോഗ്. അങ്ങനെ എല്ലാവരും ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം.